ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലത്തെ പ്രശസ്തമായൊരു റെസ്റ്റോറൻറ്റ് മുതലാളിയുടെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ബൈ ബൂം. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് പോണത്. പള്ളി അവിടെ നടുവിലിരിക്കുന്നുണ്ട്. ഇവിടെ എന്ത് പാട്ടൊക്കെ കേൾക്കാൻ. കുട്ടി ചിന്തിക്കണ്ട ഇതൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് പള്ളിയിൽ പരിപാടിക്ക് വരണമായിരുന്നു. അതുകൊണ്ട് ഇവരെന്ത് കഴിഞ്ഞിട്ട് കൈയൊക്കെ പൊക്കി പിടിച്ച് നിൽക്കാൻ എല്ലാവരും കൈയൊക്കെ പിടിച്ച് ഇത് സംഭവം മനസ്സിലായില്ലേ. അപ്പം തന്നെയുള്ള സീൻ. എല്ലാവർക്കും എന്തോ അപ്പൊക്കെ കൊടുത്ത് എല്ലാവരും മേടിച്ച് ഇങ്ങനെ തിന്ന് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് ടൈം ആവാം. ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും അവരുടെ ഫാമിലി. നമ്മുടെ ഗഡികളൊക്കെ അത് ഇവിടെ എന്തൊക്കെ കാണിക്കുന്നത് ഫോട്ടോ എടുക്കുന്നത്. അതാണ് റോക്കി ബായ്. പെട്ട മണ്ടന്മാർ ആദ്യമായിട്ട് പള്ളിയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. പാട്ടൊക്കെ നിന്ന് സെറ്റായി. ഇതിൻ്റെ കയ്യിൽ സാരി, ഇതിനെന്തുകൊണ്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കണാണ്. കണ്ടോ, നീയാണോ സാരി ഉടുപ്പിച്ച് കൊടുക്കണേ? കുഴപ്പമില്ല, സംഭവം സെറ്റപ്പുകളിൽ. നമ്മുടെ ചക്കനും പെണ്ണും റോക്കിബായ് ഇതാണ് ഗൈസ് കേറ്ററിങ് സെറ്റപ്പുകൾ. ഫുഡ്, പത്തിരി, ഡക്ക്, വെജിറ്റ റൈസ്, ബിരിയാണി, തേങ്ങ, ചിക്കൻ റോസ്റ്റ്, ഇതൊക്കെ സെറ്റപ്പ് സംഭവമായിട്ട് എന്തൊക്കെയായാലും കാണാൻ സൂപ്പറായിട്ട് സംഭവം പിടിച്ചു. അവിടെ കേക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ ഫുഡ്. ചിക്കൻ റോസ്റ്റ്, താറാവ്, കാടമുട്ട, സലാഡ്, അച്ചാറ്, ബിരിയാണി, മറ്റേ സബോള, മറ്റേ സാധനം എന്തിട്ടാണ് നൂഡിൽസ്. ചിക്കൻ ബ്രോസ്റ്റഡ്, ചിക്കൻ പോലത്തെ എന്തോ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസിൽ മറ്റേ നറുനീണ്ടി സർബത്ത് പോലെ സാധനം ഉണ്ടായിരുന്നു. അത് പെട്ട സാധനമായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നോർമൽ, എല്ലാവരും നോർമൽ. എന്താടാവ് ഡാൻസ് ഒക്കെ സ്റ്റേജിൽ കയറി കളിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. സംഭവം കുഴപ്പമില്ല, ഡാൻസൊക്കെ കളിച്ചു.
എന്തെങ്കിലും 4 വാക്ക് പറയാ, വന്ന ആൾക്കാരെ കുറിച്ച് പറയാം. എനിക്ക് തോന്നി അവ ഏകദേശം പറയണ രീതി കണ്ടിട്ട്. പക്ഷേ ഇരിക്കാനധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഭാഗം ആൾക്കാർ നിൽക്കായിരുന്നു. അത് ഇച്ചിരി മോശമായിട്ട് തോന്നി എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഈ കുർബാനയുടെ പരിപാടികളാണ് എന്തോരം ഘടിപ്പിച്ചിട്ട് ഇരിക്കുന്നു. കുഴപ്പമില്ല. ബാക്കിയുള്ള പരിപാടിയൊക്കെ സ്റ്റേജും കാര്യങ്ങളും സംഭവമൊക്കെ സെറ്റായില്ല. പക്ഷെ അവരുടെ ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിലത്തെ പരിപാടിക്ക് വരുന്നത്. നമ്മുടെ കല്യാണത്തിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്യാണത്തിൻ്റെ ഒപ്പം പോയി ചോറിന സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ നേരം പാട്ടും ഇത് സംഭവമൊക്കെ കഴിഞ്ഞ് കുറേ സമയം എടുത്ത് ലേഖടിച്ചിട്ടാണ് കല്യാണമായിരുന്നത്. കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ കുഴപ്പമില്ല, സമാധാനമായിരുന്നു. പള്ളി കാണാനൊക്കെ രസമുണ്ട്, പാട്ടൊക്കെ കേട്ടിരിക്കുക. അപ്പോൾ ശരി ഗൈസ്, പോവാണ്. ബൈ.